ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പൊരിച്ച് NCP എംപിയും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ ബജറ്റിൽ ക്ഷേമ പദ്ധതികൾക്കായി പണം വകയിരുത്തിയിരുന്നുവെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ആരോഗ്യമന്ത്രി പറയുന്നു വകുപ്പിന്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന്. പക്ഷേ വയോശ്രീ പദ്ധതി നടത്തിപ്പിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിയ പൂനെയിൽ പോലും പദ്ധതി നടപ്പാക്കാൻ പണമില്ല. സാമൂഹ്യ നീതി വകുപ്പ് പറയുന്നത് അവരുടെ കയ്യിൽ പണമില്ലെന്നാണ്. ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ പണമുണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ കയ്യിൽ പണമില്ല. അപ്പോൾ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു? വകുപ്പുകൾ തമ്മിൽ യാതൊരു കോർപ്പറേഷനുമില്ലേ? സുപ്രിയ സുലെ ചോദിച്ചു. ഇവിടെ കോർപ്പറേറ്റ് ഫെഡറിസമാണ് നടക്കുന്നത്. UPA കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് നികുതി വളരെ കൂടുതലായിരുന്നു, മിഡിൽ ക്ലാസിനുള്ള നികുതി വളരെ കുറവും. എന്നാൽ ഇന്ന് തലതിരിഞ്ഞ മട്ടിലാണ് കാര്യങ്ങൾ. കോർപ്പറേറ്റ് ടാക്സിനേക്കാൾ കൂടുതലാണ് വ്യക്തിഗത ആദായ നികുതി. എന്തുകൊണ്ടാണിത്? ഇത്തരം വിചിത്രമായ പ്രതിഭാസത്തിന് ധനമന്ത്രി നിർമ്മല സീതാരാമന് ന്യായീകരണമുണ്ടോ എന്നും സുപ്രിയ ചോദിച്ചു. GST മിസ്മാനേജ്മെന്റ് അടക്കം രാജ്യത്തെ വളരെ തെറ്റായ ദിശയിലാണ് BJP നയിക്കുന്നത്. സാധാരണക്കാരന് ടാക്സ് പേയ്മെന്റ് ഉതകാത്ത വിധം MCA വെബ്സൈറ്റുകൾ പണിമുടക്കുന്നു. ഇതുകൊണ്ട് സമ്പന്നർക്ക് പ്രശ്നമില്ല. പക്ഷേ നികുതി അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന് വെബ്സൈറ്റ് പണിമുടക്കുന്നത് പ്രശ്നമാണ്. കൃഷിക്ക് നികുതി ഈടാക്കുന്നതും മിനറൽസിന് ടാക്സ് ഇളവ് നൽകുന്നതും വളരെ വിചിത്രമായ രീതിയാണ്. എന്തിനാണ് മിനറൽസിന് നികുതി നൽകുന്നത്? ആർക്കാണ് അതിന്റെ ഗുണം? നമുക്ക് ആഹാരം നൽകുന്ന കർഷകർക്ക് ഇളവ് നൽകിയിരുന്നുവെങ്കിൽ അതിന്റെ ഗുണം രാജ്യത്തിന് ലഭിക്കുമായിരുന്നു. രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ ഒഴിവാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണിത്. വലിയ ടാക്സേഷനെ പറ്റി സംസാരിക്കുന്ന ധനമന്ത്രി ബാങ്കുകളെ ബാധിക്കുന്ന റാൻസം വെയർ അറ്റാക്കിനെ പറ്റി ശ്രദ്ധിക്കുന്നതേയില്ല. ഇത്തരം സൈബർ ആക്രമണങ്ങളെ എങ്ങനെ നേരിടണം എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ NCPയെ നാച്ചുറലി കറപ്റ്റഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിച്ച BJP നേതാക്കൾ ദ റിയൽ NCP എന്ന് പറഞ്ഞ് സഖ്യമുണ്ടാക്കാനിരിക്കുകയാണ്. ഇപ്പോഴും NCP എന്നാൽ അഴിമതി പാർട്ടി എന്ന് തന്നെയല്ലേ NDA കരുതുന്നത്? അവർക്കെതിരെ നടത്തിയ ED ഇൻകം ടാക്സ് റെയ്ഡുകൾക്ക് ഇതെന്തു പറ്റി? NDAയിൽ ചേർന്നാൽ പിന്നെ അഴിമതി കണക്കുകൾ വെള്ളപൂശി വെക്കുമോ? എന്താണ് നടക്കുന്നത്? EDയുടെ പല്ലും നഖവും കൊഴിഞ്ഞുവെന്ന് ധനമന്ത്രി പറയണമെന്ന് പറഞ്ഞാണ് സുപ്രിയ സുലെ പ്രസംഗം അവസാനിപ്പിച്ചത്.